രാഹുൽ ഗാന്ധി റായ്ബറേലിയോ വയനാടോ ഒഴിയുമെന്ന കാര്യം സംബന്ധിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വൈകിട്ട് യോഗം ചേരും. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പങ്കെടുക്കും. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം രാജിവെക്കുമെന്ന കാര്യത്തിൽ രാത്രിയോടെ തീരുമാനമുണ്ടായേക്കും. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി ജോസഫ് ചേരുന്നു. സിബി, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ യോഗം ചേരുക. ഈ വയനാട് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന കാര്യം, അത്തരം ചില സൂചനകൾ ഈ അവസരത്തിൽ ലഭിക്കുന്നുണ്ടോ സിബി? നന്ദു, വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ഇതിൽ റായ്ബറേലി ഉത്തരേന്ത്യയിൽ BJPക്കെതിരായ പോരാട്ടം നടത്താൻ വേണ്ടി റായ്ബറേലി മണ്ഡലം നിലനിർത്തണമെന്നുള്ള ആവശ്യമാണ് പൊതുവെ AICCയിലും അടക്കമല്ല നിലയും ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ ഇന്നിപ്പോ വൈകിട്ട് 5 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുന്നുണ്ട്. അവിടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമല്ല നിലയും പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം ഇന്ന് രാത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം അല്ലെങ്കിൽ ഔദ്യോഗികമായ തീരുമാനം ഉണ്ടായേക്കും. നാളെ വരെയാണ്, അതായത് ഒരു 14 ദിവസത്തിനുള്ളിൽ ഈ ഏത് മണ്ഡലമാണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ചട്ടം. അതുപ്രകാരം നാളെയാണ് അവസാനത്തെ തീയതി. അതുകൊണ്ട് തന്നെ നാളെ തന്നെ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലമാണെങ്കിലും അത് രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കും. നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. അത് അന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വോട്ടർമാരുടെ നന്ദി പറയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴെല്ലാം തന്നെയും K. സുധാകരൻ അടക്കം അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ റായ്ബറേലിയിൽ തന്നെ നിൽക്കുന്ന ആവശ്യമാണ് പൊതുവെയായിട്ട് ഉയർന്നിട്ടുള്ളതും. എന്തായാലും 2019 വലിയ പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം തന്നെയും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച മണ്ഡലമാണ് വയനാട്. വീണ്ടും തന്റെ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വയനാട്ടിലേക്ക് 2024 രാഹുൽ ഗാന്ധി എത്തിയത്. പക്ഷെ ഇപ്പോൾ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോ രാത്രിയോടെ അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ തീരുമാനം ഉണ്ടായേക്കും. നന്ദു. ശരി സിബി.